ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും. ദശകം 29. അമൃതഹരണവും അസുര നിഗ്രഹവും. അവിടുത്തെ കയ്യിലുള്ള അമൃതത്തെ അസൂരന്മാർ അതീവ വൈദഗ്ധ്യത്തോടെ തട്ടിയെടുത്തു. ദുഃഖിതരാം ദേവകൾക്കോ ദേവദേവൻ ആശ്വാസമായി. ദൈത്യന്മാരോ പരസ്പരം വഴക്കുമായി. അദൃശ്യനായി അവിടുന്നു അതീവ സുന്ദരിയായി അസുരർക്കു മുന്നിലായി അവതരിച്ചു. അമൃതകുംഭത്തെ ചൊല്ലി ഉണ്ടായ വഴക്കു തീർന്നു. അവിടുത്തെ കുജകുംഭം കണ്ടു മോഹിച്ചു. മാൻവീയാളാകും ദേവി അമൃതത്തെ പകുത്താലും അനുരാഗലോലരായി അസുരഗണം. അവിടുന്നോ അസുരർക്കോ വിശ്വാസം കൂട്ടുന്നതിനായി ഞാനൊരു കോലടയല്ലേ എന്നു മൊഴിഞ്ഞു. അസുരന്മാർ അമൃതത്തെ മോഹിനിക്കു നൽകിയല്ലോ. ഇഷ്ടക്കേടോ പൊറുക്കണേ എന്നവർ ചൊല്ലി. ദേവാസുരന്മാരെ പന്തിരിച്ചിരുത്തിട്ടു ഭവാനാട്ടിക്കടഞ്ഞമൃതത്തെ വിളമ്പി മെല്ലെ. ദേവന്മാർക്കോ അമൃതത്തെ വിളമ്പിയേറ്റിച്ചു. പിന്നെ അസുരരോ മോഹിനിയിൽ ഭ്രമിച്ചിരുന്നു. അമൃതു ഭോജിച്ച വീര രാഹുവിനെ കൊന്നു ദേവൻ. ദേവജന പൂജിതനം ഗുരുവാദേശൻ. അമൃത കവർന്നവർക്കു അമൃതു നൽകാതെ ദേവൻ മറഞ്ഞല്ലോ. ദേവാസുരർ യുദ്ധം തുടങ്ങി. ബലിയുടെ മായയാലേ ദേവജനം വിമൂഢരായി. ബലഭദ്ര സോദരനീ അവതരിച്ചു. കാലനേമി മാലി എന്നീ അസുരരെ കൊന്നു ഭവൻ. മറ്റുള്ള അസുരന്മാരെ ഇന്ദ്രനും കൊന്നു. നമൂജിയെ നുരക്കട്ട കൊണ്ടു കൊന്നു ദേവേന്ദ്രനും. യുദ്ധത്തെ നാരദ വാക്കാൽ നിരോധിച്ചല്ലോ. മോഹിനി രൂപത്തെ കാണാൻ മോഹമുണ്ടായി മഹേശനും. പാർവതി സാമേതനായി അണഞ്ഞ നേരം മോദത്തോടെ സ്തുതി ചെയ്തു ആഗ്രഹം പറഞ്ഞ നേരം. പാലാഴിനാഥനോ മെല്ലെ അപ്രത്യക്ഷനായി. ആരാമത്തിൽ കളിക്കുന്ന സൗന്ദര്യധാമത്തെ കണ്ടു. കാമാരിയൻ ശിവം പോലും മോഹിതനായി. ഉടുപുട കിഴിഞ്ഞോരാ മോഹിനിയം ഭഗവാനെ ഉരഗനാഥനം ദേവൻ കെട്ടിപ്പിടിച്ചു. ഓടുന്ന മോഹിനി തൻ്റെ പിമ്പയോടിയെത്തി ശിവൻ. വീര്യം സ്കലിച്ചല്ലോ തത്വജ്ഞാനമറിഞ്ഞു. അവിടുത്തെ മഹാത്മ്യത്തെ പാർവതിയെ അറിയിച്ചു. അനന്യ സദൃശ കൃഷ്ണ കാത്തരുളേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.